വെള്ളാപ്പള്ളി നടേശൻ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ CPM മറുപടി കൊടുക്കുന്നില്ല, കോൺഗ്രസ് മറുപടി കൊടുക്കുന്നില്ല, മുസ്ലിം ആരും മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ പോലും പ്രിയങ്ക വരുന്നത് ഒരുപക്ഷെ കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും കോൺഗ്രസ് രാഷ്ട്രീയത്തിനും ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് സംഘടനയ്ക്കും വളരെയധികം പ്രയോജനപ്പെടുമ്പോൾ തന്നെ ഇവിടെ ഈ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളെങ്കിലും സ്വയം ഉയരേണ്ടതല്ലേ, ആ സംഘടനാ സംവിധാനത്തിലെങ്കിലും സ്വയം ഉയരേണ്ടതല്ലേ, അത്തരം ചോദ്യങ്ങൾ കൊണ്ട് ഉയരേണ്ടതല്ലേ എന്നുള്ളതാണ്. ഇതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു രാജ്യസഭാ സീറ്റ് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തു എന്നല്ലേ. മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് മുഴുവൻ ഹിന്ദുക്കൾക്ക് കൊടുത്തപ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത് നോർമലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഹിന്ദു ആയിക്കഴിഞ്ഞാൽ അത് നോർമലാണ്. അതിൽ 2 or 3 മുസ്ലിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ എന്തോ ഒരു പാതകമായി അബ്നോർമലായി തീരുകയും ചെയ്യുന്നുള്ള. ഇത് എന്തുകൊണ്ട് ആണ് ഇങ്ങനെ ഇപ്രാവശ്യം എല്ലാ സ്ഥാനാർത്ഥികളും ന്യൂനപക്ഷത്തും ആയത് എന്നുള്ളത് നമുക്കറിയാം. എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അങ്ങനെ, അത് ഓരോ സീറ്റും എങ്ങനെയാണ് വന്നത് നമുക്ക് പൊളിറ്റിക്കലായിട്ട് പറയാം. കാരണം എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഈ രാജ്യസഭാ സീറ്റ് കൊടുത്തത്, കഴിഞ്ഞ ധാരണ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എങ്ങനെയാണ് ആ സീറ്റ് പോയതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. CPI എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് വെച്ചാൽ അവരുടെ സംഘടനയിലെ ഉള്ളിലെ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളും ഒരു ന്യൂനപക്ഷ സമുദായത്തിലായത് ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. ഇത് രാഷ്ട്രീയമായിട്ട് നടന്ന സംഭവമാണ്. ആ ഒരു സംഭവത്തെ പോലും വർഗീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരവസ്ഥ കേരളത്തിലുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാവുന്ന, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലവാകുന്ന കറൻസിയുള്ള സാധനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത് പറയുന്നത്. വെള്ളാപ്പള്ളി നമുക്കറിയാം, മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട്. നൗഷാദിന് ഓട്ടോറിക്ഷയുടെ പൈസ കിട്ടിയപ്പോൾ അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതൊക്കെ നോക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇപ്പുറത്ത് എന്താണ് അതേപോലെ തന്നെ സംഭവിക്കുന്ന നോർമലായി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കാണാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും. അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കരുത്. അതിനെ വളരെ എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായിട്ട് അതിന് മറുപടി പറയണം എന്നുള്ളതാണ്. പക്ഷെ മറുപടി പറയാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്.